അടുത്തതായി നമുക്ക് ഡാറ്റീവ് പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡാറ്റീവ് പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെന്റൻസിൽ ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഇഫക്റ്റ് വരുന്ന നൗൺസ് അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റ് വരുന്ന ഒബ്ജക്റ്റ് എപ്പോഴും ഡാറ്റീവ് ആയിരിക്കും. അത് ഏതൊക്കെയാന്ന് നോക്കാം. അബ്, ഔസ്, ഔസർ, ബൈ, ഗേഗൻ ഊബർ, മിറ്റ്, നാഗ്, സൈറ്റ്, ഫോൺ, സു. ഇവിടെ അബിന്റെ മീനിങ് വരുന്നത് ഫ്രം എ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ആസ് ഓഫ്, അതായത് ഞാൻ അവിടെ തൊട്ട് എന്ന് നമ്മൾ പറയത്തില്ലേ മലയാളത്തിൽ, അതുപോലെ അത് തന്നെയാണ് അബ്, അതായത് അതിനെ പറയാനായിട്ടാണ് അബ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഔസ് മീനിങ് ഔട്ട് ഓഫ്, ഫ്രം എ പ്ലേസ് അല്ലെങ്കിൽ ഒറിജിൻ, ഞാൻ വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് അല്ലെങ്കിൽ എന്റെ സ്ഥലം ഇന്ത്യ, ഞാൻ ഐ എം കമ്മിങ് ഫ്രം ഇന്ത്യ എന്ന് പറയത്തില്ലേ, അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് ഔസ്. ഔസർ അതിന്റെ മീനിങ് എക്സെപ്റ്റ് ഫോർ, അതായത് അത് കൂടാതെ എന്ന് നമ്മൾ പറയത്തില്ലേ, അപ്പോഴാണ് നമ്മൾ ഔസർ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ബൈക്ക് നമ്മൾ അറ്റ് എ പ്ലേസ്, ഒരു സ്ഥലത്ത് നമ്മൾ ആണ് എന്ന് പറയാനായിട്ട്, നിയർ സംതിങ് ഒരു സ്ഥലത്തിന്റെ അടുത്താണെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ വിത്ത് എ പേഴ്സൺ ഒരു ആളുടെ കൂടെയാണെന്ന് പറയാനായിട്ടും നമ്മൾ ബൈ യൂസ് ചെയ്യും. അടുത്തത് ഗേഗൻ ഊബർ. ഗേഗൻ ഊബറിന്റെ മീനിങ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അക്രോസ്. അത് അടുത്തത് മിറ്റിന്റെ മീനിങ് വിത്ത് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴാണ് മിറ്റ് എന്നുള്ളത്, അതായത് ഇപ്പം ഒരാളുടെ കൂടെയാണ് നമ്മൾ എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് മിറ്റ്. നാഗ് അതിന്റെ മീനിങ് ആഫ്റ്റർ അല്ലെങ്കിൽ ടു. ആഫ്റ്റർ എന്നുള്ളത് ഒരു കാര്യം കഴിഞ്ഞു, ഒരു ടൈം അല്ലെങ്കിൽ ഒരു സീക്വൻസിലുള്ള ഒരു കാര്യം കഴിഞ്ഞു എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് നാഗ്. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, അങ്ങനെ വരുമ്പോഴും നമ്മൾ നാഗ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. അടുത്തത് സൈറ്റിന്റെ മീനിങ് വരുന്നത് സിൻസ് അല്ലെങ്കിൽ ഫോർ. അത് നമ്മൾ ഇപ്പം ഒരു പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ, സിൻസ് 2 years ഐ എം ലിവിംഗ് ഹിയർ എന്നൊക്കെ പറയത്തില്ലേ, അപ്പോഴാണ് നമ്മൾ സൈറ്റ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഫോൺ മീനിങ് ഫ്രം എ പേഴ്സൺ അല്ലെങ്കിൽ ജനറൽ സോഴ്സ് അല്ലെങ്കിൽ ഓഫ് എന്ന മീനിങ്ങും വരും ഫോണിന്. അടുത്തത് സു എന്നുള്ളത് ടു അല്ലെങ്കിൽ അറ്റ് എന്ന മീനിങ് ആണ് വരുന്നത്. ടു എന്നുള്ളത് നമ്മൾ ടുവേർഡ്സ് എ പ്ലേസ്, അറ്റ് സമ്മൺ നമ്മൾ ഇവിടെ ഒരു സ്ഥലത്തേക്ക് ഒരാളുള്ളിടത്തേക്ക് നമ്മൾ പോവുകയാണെന്നൊക്കെ പറയാൻ നമ്മൾ സു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇതിന്റെ ക്ലാരിറ്റി കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ നാക്കിനും സൂനും ടു എന്ന മീനിങ് വരുന്നുണ്ട്. നാക്ക് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ, ഇപ്പൊ ഒരു ആർട്ടിക്കിൾ ഇല്ലാത്ത ഒരു സ്ഥലം, ഫോർ എക്സാമ്പിൾ ഒരു സിറ്റിയുടെ നെയിം ആണെങ്കിൽ, എന്താ നാക്ക് ബെർലിൻ അല്ലെങ്കിൽ നാക്ക് മ്യൂൻഷൻ എന്ന ഒരു സ്ഥലപ്പേര് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നാക്ക് എന്ന ടു എന്ന ഇത് വരാനായിട്ട് നാക്ക് യൂസ് ചെയ്യുന്നത്. സു നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നമ്മൾ പോവുകയാണെങ്കിലാണ് സു എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ആദ്യം നമുക്ക് അബ് എന്ന പ്രിപ്പോസിഷനിൽ നിന്ന് തുടങ്ങാം. അബ് എന്ന പ്രിപ്പോസിഷന്റെ മീനിങ് വരുന്നത് ഫ്രം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടൈം അല്ലെങ്കിൽ ഒരു ഡേ. സ്റ്റാർട്ടിങ് ഫ്രം ഹിന്ദി പറയണ അബ്സെ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ അബ് എന്ന പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ അബ്ദെ മോണ്ടാഗ് ആർബൈറ്റെ ഇഷ് വീഡ് ഫ്രം മൺഡേ ഐ വർക്ക് അഗെയിൻ. ഇവിടെ ഫ്രം എന്ന ഇത് യൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ അബ് ഇവിടെ വന്നിരിക്കുന്നത്. Ab 18 Uhr ist das Geschäft geschlossen. From 6 p.m. the shop is closed. ഇവിടെ ഫ്രം ഈ ടൈം, നമുക്ക് ഈ ടൈം തൊട്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അബ് യൂസ് ചെയ്തിരിക്കുന്നത്. അബ് നേഷ്ടം യാർ ലേർണെ ഇഷ് ഡോയിഷ്. ഫ്രം നെക്സ്റ്റ് ഇയർ ഐ വിൽ ലേൺ ജർമ്മൻ. The ticket ist ab dem 1. März gültig. The ticket is valid from March 1st. Ab heute mache ich sport. From today I will exercise. അടുത്തത് ഔസ് എന്ന പ്രിപ്പോസിഷൻ നോക്കാം. ഔസിന്റെ മീനിങ് വരുന്നത് ഔട്ട് ഓഫ് അല്ലെങ്കിൽ ഫ്രം, ഒരു സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് ഔസ്. Ich komme aus Indien. I come from India. geht aus dem Haus. He goes out of the house. Der Tisch ist aus Holz. The table is made of wood. Sie macht es aus Liebe. She does it out of love. Das Wasser kommt aus der Flasche. The water comes from the bottle. അപ്പോൾ ഔസ് എന്ന പ്രിപ്പോസിഷന്റെ മീനിങ് ഔട്ട് ഓഫ് അല്ലെങ്കിൽ ഫ്രം, ഒരു സ്ഥലത്തു നിന്ന് വരുന്നു അല്ലെങ്കിൽ അത് ഇവിടുന്ന് വരിക എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് ഔസ്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഇത് കണ്ടോ, ഇവിടെ ഹൗസ് എന്ന ഒബ്ജക്ട് ഇത് ഡാറ്റീവ് ആയിട്ട് മാറും. എന്തുകൊണ്ട്? ഈ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തുകൊണ്ട്. ഇത് ഡാറ്റീവ് പ്രിപ്പോസിഷൻ ആയതുകൊണ്ട് ഇതിനെ ലിങ്ക് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഇഫക്ട് ചെയ്യുന്ന ഒബ്ജക്ട് അത് ഡാറ്റീവ് ആയിട്ട് മാറും. ഇവിടെ ഫ്ലാഷെ, ദി ഫ്ലാഷെ എന്നാണ് ഇതിന്റെ ഫെമിനിൻ ആണ് ഫ്ലാഷെ എന്ന നൗൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റീവ് വന്നപ്പം ദർ ഫ്ലാഷെ എന്ന് വന്നു. അടുത്തത് ഔസർ മീനിങ് എക്സെപ്റ്റ് ഫോർ. ഔസർ മിയർ ഇസ്റ്റ് niemand hier. Except me, no one is here.
Alle kommen außer dem Lehrer. Everyone comes except the teacher. ഇവിടെ ലെഹറർ എന്നുള്ളത് മസ്കുലിൻ ആണ്. ഔസർ എന്ന പ്രിപ്പോസിഷൻ വന്നുകൊണ്ട് അത് ഡാറ്റീവ് ആയിട്ട് മാറി. അതുകൊണ്ട് ഡാറ്റീവിന്റെ ആർട്ടിക്കിൾ ദെയും നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. ഔസർ ദിയർ വൈസ് എസ് niemand. Except you, no one knows it. Ich esse alles außer Fisch. I eat everything except fish. Außer dem Regen war alles perfect. Except for the rain, everything was perfect. അടുത്തത് ബൈ. മീനിങ് വരുന്നത് അറ്റ് എ പ്ലേസ് അല്ലെങ്കിൽ നിയർ സംതിങ് വിത്ത് എ പേഴ്സൺ. ഇതൊക്കെയാണ് ഈ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ വരുന്ന സർക്കംസ്റ്റൻസസ്. ഇഷ് ബിൻ ബൈ മൈനർ ഫ്രോയിൻഡിൻ. ഇത് കണ്ടോ, ഇവിടെ ഒരു പേഴ്സന്റെ അടുത്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ബൈ യൂസ് ചെയ്തിരിക്കുന്നത്. ഐ എം അറ്റ് മൈ ഫ്രണ്ട്സ് പ്ലേസ്. ആർബൈറ്റഡ് ബൈ സീമെൻസ്. ഇവിടെ ഒരു കമ്പനിയുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് എ പ്ലേസ്, ഒരു സ്ഥലത്ത് എന്ന് പറയാനായിട്ട്. ഹി വർക്ക്സ് അറ്റ് സീമെൻസ്. അവിടെ നമ്മൾ ബൈ എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബൈ റേഗൻ ബ്ലൈബെ ഇഷ് ടു ഹൗസെ. വെൻ ഇറ്റ് റെയിൻസ് ഐ സ്റ്റേ അറ്റ് ഹോം. ഇവിടെ ബൈ നമ്മൾ ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദസ് ഹാൻഡി ഇസ്റ്റ് ബൈ മിയർ. ദി ഫോൺ ഈസ് വിത്ത് മീ. ഇവിടെ വിത്ത് ഉള്ള ഒരു മീനിങ് വരാനായിട്ടാണ് ബൈ യൂസ് ചെയ്തിരിക്കുന്നത്. വിയർ സിറ്റ്സ് ഇൻ ബൈ ദെം ഫെൻസ്റ്റർ. വി സിറ്റ് നിയർ ദി വിൻഡോ. ഇവിടെ നിയർ എന്ന മീനിങ് വരാനായിട്ടാണ് ബൈ യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഡാറ്റീവ് പ്രിപ്പോസിഷൻ വരുമ്പം അതിനെ ഇഫക്ട് ചെയ്യുന്ന നൗൺ അല്ലെങ്കിൽ അതിനെ ഇഫക്ട് ചെയ്യുന്ന നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ അതെപ്പോഴും ഡാറ്റീവ് ആയിരിക്കും. അടുത്തത് ഗേഗൻ ഊബർ. ഗേഗൻ ഊബറിന്റെ മീനിങ് വരുന്നത് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അക്രോസ്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗേഗൻ ഊബർ ഒരു പോസ്റ്റ് പൊസിഷൻ ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് യൂസ് ചെയ്യുന്നത് സെന്റൻസിൽ. കാരണം പ്രിപ്പോസിഷൻ എപ്പോഴും ഒരു നൗണിന്റെ തൊട്ട് മുന്നേ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ മിക്കപ്പോഴും ഗേഗൻ ഊബർ നൗണിന്റെ ശേഷമായിരിക്കും വരുന്നത്. ഇത് ഏകദേശം ഒരു അക്വസാറ്റീവ് പ്രിപ്പോസിഷനിലെ എൻഡ് ലാങ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇതിന്റെയും പൊസിഷൻ വരുന്നത്. ദി ബാങ്ക് ഇസ്റ്റ് ദർ ഷൂലെ ഗേഗൻ ഊബർ. ദി ബാങ്ക് ഈസ് ഓപ്പോസിറ്റ് ദി സ്കൂൾ. സിറ്റ്സ് near Gegenüber. He sits opposite me. Das Hotel liegt dem Park gegenüber. The hotel is opposite the park. Sie ist ihrem Chef gegenüber höflich. She is polite towards her boss. ഇവിടെ നൗൺ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് gegenüber വന്നത്. ഇത് എന്താണ്? höflich എന്നുള്ളത് പൊളൈറ്റ് എന്ന മീനിങ് വരുന്ന വാക്കാണ്. Das Café ist dem Bahnhof gegenüber. The cafe is opposite the station. അടുത്തത് mit. മീനിങ് വരുന്നത് വിത്ത് എ പേഴ്സൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്. ഇതൊക്കെ വിത്ത് എന്ന മീനിങ് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് മിറ്റ്. Ich gehe mit meiner Mutter. I go with my mother. ഇവിടെ നോക്കുകയാണെങ്കിൽ മിറ്റ് വന്നതുകൊണ്ട് അതിനുശേഷമുള്ള നൗൺ എന്തായി മാറി? ഡാറ്റീവ് ആയിട്ട് മാറി. കാരണം മുട്ടർ ഫെമിനിൻ ആണ്. ഫെമിനിൻ ആയിട്ടും അതിന്റെ ആർട്ടിക്കിൾ ഡാറ്റീവ് ആർട്ടിക്കിൾ ആയിട്ട് വന്നു മൈനർ. schreibt mit einem Stift. He writes with a pen. Wir fahren mit dem Bus. We travel by bus. Sie spricht mit dem Lehrer. She speaks with the teacher. Ich bin mit dir einverstanden. I agree with you. ഇവിടെ there ആണ് dative. അടുത്തതായി നമുക്ക് വരുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നാഗ്. ആഫ്റ്റർ അല്ലെങ്കിൽ ടു. നമ്മളിപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇത് ചെയ്യും, ആ കഴിഞ്ഞു എന്നുള്ള വാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് നാഗ്. അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് പോവുകയാണ്, ഒരു ആർട്ടിക്കിൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോവുക. ആർട്ടിക്കിൾ ഇല്ലാത്ത സ്ഥലം എന്ന് ഉദ്ദേശിച്ച ഒരു സ്ഥലപ്പേര്, അങ്ങനെയുള്ള ഇത് വരുമ്പോഴാണ് നമ്മൾ ഒരു സിറ്റി അല്ലെങ്കിൽ കൺട്രി, അവിടെ നമുക്ക് ഒരു സിറ്റിയിലോട്ടോ കൺട്രിയിലോട്ടോ പോവുകയാണ്, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നാഗ് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. നാഗ് ദർ ആർബൈറ്റ്. ഗെഹെ ഇഷ് നാഗ് ഹൗസെ. ആഫ്റ്റർ വർക്ക് ഐ ഗോ ഹോം. ഇവിടെ ചിലപ്പോൾ തോന്നിയേക്കാം ഈ സെന്റൻസ് സ്ട്രക്ചർ എന്താ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന്. നമ്മൾ ആദ്യം ഈ പ്രിപ്പോസിഷൻ ഇട്ട് എഴുതുമ്പോൾ ആദ്യം വരുന്ന ഇപ്പം നാഗ് ദർ ആർബൈറ്റ്, ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ നൗൺ തന്നെ ആദ്യം വന്നിരിക്കുക, പ്രിപ്പോസിഷനും നൗണും. അപ്പൊ നമ്മൾ അതിന് ശേഷം മാത്രമേ എന്താണ് നമ്മൾ വെർബ് വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. വെർബിന് ശേഷം മാത്രം സബ്ജക്റ്റ്. അത് നമ്മൾ പഠിക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇപ്പൊ തൽക്കാലം ഇതിങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാം. നാഗ് ദർ ആർബൈറ്റ് ഗെഹെ ഇഷ് നാഗ് ഹൗസെ. ആഫ്റ്റർ വർക്ക് ഐ ഗോ ഹോം. Wir fliegen nach Deutschland. We fly to German. കണ്ടോ, ഇവിടെ ഈ ടു എന്ന് പറയാനായിട്ട് ഒരു സ്ഥലപ്പേരാണ്, ഒരു കൺട്രിയുടെ നെയിം ആണ് വന്നത്. അപ്പോൾ അത് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് നാഗ്. Sie fährt nach Berlin. She travels to Berlin. Nach dem Essen trinken wir Kaffee. After the meal we drink coffee. Meiner Meinung nach ist es richtig. In my opinion it is correct. അടുത്തത് seit, meaning since അല്ലെങ്കിൽ for. Ich lerne seit einem Jahr Deutsch. I have been learning German for a year.
Sie wohnt seit 2020 hier. She has lived here since 2020. Seitdem Morgen regnet es. It has been raining since morning. Arbeitet seit 3 Monaten hier. He has worked here for 3 months. Seit meiner Kinderheit liebe ich Musik. Since my childhood, I love music. അടുത്ത preposition ആണ് von, meaning from അല്ലെങ്കിൽ of. Ich bekomme ein Geschenk von meiner Mutter. I receive a gift from my mother. ഇവിടെ നമ്മൾ ഈ from യൂസ് ചെയ്യുന്നത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പം നേരത്തെ പറഞ്ഞിരുന്നു ഔസ് എന്ന preposition. ഔസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് ഞാൻ വരുക അല്ലെങ്കിൽ ഞാൻ ഈ ഒറിജിനിൽ നിന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ ഔസ് എന്ന preposition യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫോൺ എന്ന preposition നമ്മൾ യൂഷ്വലി ഫ്രം യൂസ് ചെയ്തേ ലൈക്ക് ഫ്രം എ പേഴ്സൺ, ഞാൻ ഇവിടെ നിന്ന് വരികയാണ് നോർമലി നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ജനറലി നമ്മൾ പറയുന്ന സോഴ്സ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രം, ആ ഫ്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോൺ എന്ന preposition യൂസ് ചെയ്യുന്നത്. Ich bekomme ein Geschenk von meiner Mutter. I receive a gift from my mother. Der Zug kommt von München. The train comes from Munich. കണ്ടോ, ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നത് തന്നെയാണ് പറയുന്നത്, പക്ഷേ ട്രെയിൻ ആണ് വരുന്നത്. ട്രെയിൻ ജനറലി അവിടെ നിന്നാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഫോൺ എന്ന preposition യൂസ് ചെയ്യുന്നത്. Thus ist das Auto von meinem Bruder. That is my brother's car. Das Buch wurde von dem Lehrer geschrieben. The book was written by the teacher. Ich höre von dir. I hear from you. അടുത്ത preposition ആണ് zu, meaning to അല്ലെങ്കിൽ at someone's place. Ich gehe zu meiner Freundin. I go to my friend's place. Geht zum Arzt. He goes to the doctor. ഇവിടെ നോക്കുവാണെങ്കിൽ zum എന്തുകൊണ്ടാണ് വന്നതെന്ന് നോക്കാം. ഇവിടെ zu them arst എന്നാണ് വരുന്നത്. കാരണം ആർസ്റ്റിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദർ ആണ്, മസ്കുലിൻ ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഡാറ്റീവിൽ വരുന്നതുകൊണ്ട് them എന്ന ആർട്ടിക്കിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും സുവിന്റെ കൂടെ ഇപ്പൊ them വരുവാണെങ്കിൽ അതിനെ നമ്മൾ കൂട്ടിച്ചേർത്തായിരിക്കും പറയുന്നത് zum എന്ന്. su them എന്ന് പറയാതെ zum എന്നാണ് പറയുന്നത്. അപ്പം geht zum Arzt. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, wir gehen zur Schule. We go to school. ഷൂലയുടെ ആർട്ടിക്കിൾ ഏതാണ്? ഫെമിനിൻ ആണ്, ദി ഷൂലയാണ്. അപ്പോൾ അത് ഡാറ്റീവിൽ വരുമ്പോൾ ദർ ഷൂലയാവും. ഡാറ്റീവിൽ വരുമ്പോൾ ദർ ഷൂല എന്നാവും. അതുകൊണ്ട് തന്നെ ചു പ്ലസ് ദർ നമ്മൾ എങ്ങനെ എഴുതും? സുർ എന്ന് എഴുതും. അതുകൊണ്ടാണ് ഇവിടെ സുർ എന്ന് വന്നത്. Wir gehen zur Schule. We go to school. ഇവിടെയും അതുപോലെ തന്നെയാണ്. Sie geht zum Supermarkt. സൂപ്പർമാർക്കറ്റിന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മസ്കുലിൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാ ഡാറ്റീവിൽ വരുമ്പോൾ them എന്ന് വരും. അപ്പോൾ zu പ്ലസ് them എന്തായിട്ട് വരും? zum എന്ന് വരും. അപ്പം she goes to the supermarket. Ich komme zu dir. I come to you. അടുത്തത് നമുക്ക് ഈ നാക്കിന്റെയും സുവിന്റെയും ഡിഫറൻസ്. നാക്ക് എന്താണ്? ഇൻഡിക്കേറ്റ്സ് ടൈം ഓർ സീക്വൻസ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ്സ് മൂവ്മെന്റ് ടുവേർഡ്സ് എ പ്ലേസ് ദാറ്റ് ഇസ് വിത്തൗട്ട് ആർട്ടിക്കിൾ. സുവിന്റെ വരുന്നത് ഇൻഡിക്കേറ്റ്സ് ഡിറക്ഷൻ ടുവേർഡ്സ് എ പ്ലേസ് ഓർ സംവൺ. അടുത്തത് നമ്മൾ ബേസിക് സെന്റൻസ് സ്ട്രക്ചർ ആണ്. ഡാറ്റീവ് പ്രിപ്പോസിഷൻ വരുമ്പം സബ്ജക്ട്, കോൺജുഗേറ്റഡ് വേർഡ്, ഡാറ്റീവ് പ്രിപ്പോസിഷണൽ, ഡാറ്റീവ് നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ. ഇങ്ങനെ ആയിരിക്കും ബേസിക് ആയിട്ടുള്ള സെന്റൻസ് സ്ട്രക്ചർ വരുന്നത്.